വിസ്ഡം സലഫി ഉസ്താദുമാരെ പശ്ചിമേഷ്യ രൂപപ്പെടുന്നത് കണ്ടോ? കിതാബുകളിൽ എഴുതിയിരിക്കുന്ന സ്വർഗത്തിലും നരകത്തിലുമുള്ളതും ഷഹീദ് ആരാണെന്ന് ഷഹീദ് അല്ലാത്തതാരാണെന്നും സംഘടനയാകുന്ന പുട്ടുകുടം തലയിലിട്ടുകൊണ്ട് നോക്കി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മേക്കിങ്ങിൽ ലോകം തിരിച്ചറിയുന്നു എന്തിനാണ് അവരെ ആക്രമിച്ചതെന്ന്, എന്തിനാണ് അവരെ കൊന്നതെന്ന്. ഇല്ലെങ്കിൽ അസർബൈജാൻ ഇറാനിലേക്ക് 30 ടൺ ഭക്ഷ്യസാധനങ്ങളും 2 ട്രക്ക് മരുന്നുകളുമാണ് അസർബൈജാൻ ഇറാനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഓർക്കണം, അസർബൈജാനും ഇറാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നയതന്ത്ര വിഷയങ്ങളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. അസർബൈജാനെ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്തയും നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടതാണ്. അസർബൈജാൻ തിരിച്ചടിക്കാൻ പോകുന്നു എന്ന വാർത്തയും ഈ നുണ ഫാക്ടറിയിലൂടെ യുദ്ധക്കൊതിയന്മാർ പുറത്തുവിട്ടതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്താണ്? ആ അസർബൈജാൻ, ഏത് അസർബൈജാൻ? പരമ്പരാഗതമായി വൈര്യമുള്ള അസർബൈജാൻ, അല്ലെങ്കിൽ മറ്റു പല സ്ഥാപിത താല്പര്യങ്ങൾക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിലായിരുന്ന അസർബൈജാൻ, അവർ ഇറാനെ സഹായിക്കുന്നു. ഭക്ഷ്യ വസ്തുക്കൾ നൽകി, മരുന്നുകൾ എത്തിച്ച്. ഇതൊന്നും പശ്ചിമേഷ്യയിൽ പണ്ട് സാധാരണമായിരുന്നതല്ല. തമ്മിലടിയായിരുന്നു, വലിയ കൊരുപ്പായിരുന്നു. ആ കൂട്ടിയിടിക്കലിലാണ് അമേരിക്കയും ഇസ്രയേലുമൊക്കെ നിറഞ്ഞു നിന്നത്. ഇന്നും അതേ ഓപ്പറേഷനാണ്, അതേ ബ്ലൂ പ്രിൻ്റാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ സംഗതി പാളിപ്പോകുന്നത് മറ്റൊരു തരത്തിലാണ്. അസർബൈജാൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇറാൻ എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, കുർദുകളെ ഇളക്കിവിടാൻ ശ്രമിച്ചിട്ട് അവരൊട്ടിളകാൻ തയ്യാറാകുന്നുമില്ല. അമേരിക്ക ആവുന്ന പണിയൊക്കെ നോക്കി, ആയുധവും മറ്റു പലതും നൽകി കുർദുകളെ ഇളക്കിവിടാനായി. മിഡിൽ ഈസ്റ്റ് ആക്രമിച്ചതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരിച്ചടിക്കണം എന്ന ട്രംപിൻ്റെ വാദത്തെയും മിഡിൽ ഈസ്റ്റുകാർ ചെവിക്കൊള്ളുന്നില്ല. അവർക്ക് മനസ്സിലാവുന്നു ഇതെന്തിനു വേണ്ടിയാണ്, ആരുടെ താല്പര്യമാണ്, എന്താവശ്യത്തിനാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത്, എന്തിനാണ് ഒരു വൃദ്ധനായ മനുഷ്യനെ ബോംബിട്ട് കൊന്നതെന്ന്. അത് മനസ്സിലാകാത്ത ഒരൊറ്റ വർഗമേ ഈ കോഴിക്കോടോ അല്ലെങ്കിൽ മലബാറോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിസ്ഡം മാത്രമേ ഉള്ളൂ അതിൻ്റെ വൈകാരികത ഒട്ടും മനസ്സിലാക്കാത്തത്. അവർ വളരെ ഉത്കണ്ഠാകുലരായി അന്വേഷിക്കുന്നത് മരിച്ചുപോയ കാംനയി സ്വർഗത്തിലാണോ നരകത്തിലാണോ, ഷിഴയിയാണോ ബിദഴിയാണോ, അതല്ല വേറെ ആരെങ്കിലും ആണോ. നാണമില്ലേ എന്ന് ചോദിച്ചാൽ നാണത്തിന് നാണം വരുമെന്നുള്ളതുകൊണ്ട് അത് ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകവും മനുഷ്യരുമൊക്കെ എത്രയോ വിശാലമായി ചിന്തിക്കുന്നു. നിങ്ങൾ സംഘടനയാകുന്ന പുട്ടുകുടത്തിനകത്ത് തലയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള പലതും നേടാൻ വേണ്ടിയുള്ള വഴികളിലൂടെ നിങ്ങൾ ആലോചിക്കുന്നു. ഈ നിങ്ങൾക്ക് വല്ലാതെ അത് വ്യാഖ്യാനിച്ച് ഇയാളെ വെളുപ്പിച്ച് ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഇത്രമേൽ താല്പര്യം ഈ ഷഹീദിൻ്റെ വിഷയത്തിൽ മാത്രം ഉണ്ടാകുന്നത് എന്തിനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. അത് പടച്ചതമ്പുരാനാണ് ഷഹീദിൻ്റെ കൂലി കൊടുക്കുന്നത്, വിസ്ഡത്തിൻ്റെ സെൻട്രൽ ആഫീസിൽ നിന്നല്ല. അതിനാർക്കും ചീട്ട് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുമില്ല. അതവിടെ അള്ള ആരെങ്കിലും കൊടുത്തോട്ടെ, മരിച്ചുപോയ ആളല്ലേ. ആ വഴിക്ക് വിട്ടേക്കുന്നതിന് പകരം മുസ്ലിയാർ കുട്ടി ബുക്ക് കിതാബ് തുറന്നു വെച്ച് എന്നെ തുടർച്ചയായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആ കിതാബിനപ്പുറത്ത് ലോകമാകുന്ന മനുഷ്യ മനസാക്ഷിയുടെ ആ കിതാബുകളിലേക്കാണ് ഞാൻ നോക്കുന്നത്. അവിടെയാണ് അസർബൈജാൻ്റെ മറുപടി കണ്ടത്, അവിടെയാണ് മറ്റൊരുപാട് പേരുടെ മറുപടി കേൾക്കുന്നത്, അവിടെയാണ് വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും ആ വൃദ്ധനായ മനുഷ്യനോട് കാണിച്ചത് വലിയ ക്രൂരതയും നീചത്വവും അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്രാജ്യത്വ കടന്നുകയറ്റവുമാണ് എന്ന് പറയുന്നത്. അതിൽ കിതാബ് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പിണറായി വിജയൻ സഖാവിന് പോലും നിങ്ങളുടെ കൂട്ടുള്ള അഭിപ്രായമില്ല. അത് ഹീനമാണ്, നികൃഷ്ടമാണെന്നാണ് പുള്ളിയുടെ നിലപാട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് പേർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് അസർബൈജാൻ്റെ ഈ പ്രതികരണം. അതെ, പശ്ചിമേഷ്യയിലെ മനുഷ്യർ ഈ പാമ്പാട്ടിയാക്കി കളിപ്പിച്ച് സുഖിപ്പിച്ച്, പണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ കുട്ടനെയും മുട്ടനെയും കൊണ്ടിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായയെ കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനി പഴയ കാലം അതുപോലെ വേവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളും ആ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം മടക്കി, കിതാബുമൊക്കെ മടക്കി വിശാലമായ മാനവികതയുടെ അർത്ഥത്തിൽ വളരെ വിശാലതയോടെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നിടത്ത് ചില ഉത്തരവും വെളിപാടും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കും. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.